ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്നോവയുടെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അതായത് 2014 ഇന്നോവ, 2015, 2016 ക്രിസ്റ്റ. അപ്പൊ ഏത് തരത്തിൽ ഏത് മോഡലിലുള്ള ഇന്നോവ നോക്കുന്നവർക്കും ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള ഇന്നോവയും മാർക്കറ്റ് പ്രൈസിൽ അവൈലബിൾ ആണ്. അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി പ്രീ ഓൺഡ് വാഹനങ്ങൾ ഡയറക്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിലെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു വാഹനങ്ങൾക്കെല്ലാം ഫിനാൻസും അവൈലബിൾ ആണ്. എല്ലാം കേരള നമ്പറിൽ RC ആയിട്ടുള്ള വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻസും ചെയ്യാൻ പാകത്തിലാണ് എല്ലാ വാഹനവും ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ നമുക്ക് 2014 സിംഗിൾ RC ഓണർഷിപ്പിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ കമ്പനി സർവീസുള്ള ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. സിംഗിൾ RC ഓണർഷിപ്പിലുള്ള വാഹനം കൂടിയാണ്. ഇന്നോവ G4 ആണ് ഈ കിടക്കുന്നത്. ഏകദേശം 8,60,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വാഹനം സെയിലിനായി വെച്ചിട്ടുള്ളത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും മേജറായിട്ട് പറയത്തക്ക വിധത്തിൽ വാഹനത്തിനല്ല. അതേപോലെ തന്നെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയിൽ 230 വരെ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചാൽ ഇന്റീരിയർ നോക്കുന്ന സമയത്ത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് അതിലും വലിയ ഓഫർ പ്രൈസിലാണ് വെച്ചിട്ടുള്ളത്. 2015 ഇന്നോവ സെഡ്. നമുക്കറിയാം ഇന്നോവയിൽ 3 ഓപ്ഷനാണ് വരുന്നത്. G4 VZ. ഇത് G4 ബേസ് മോഡൽ ആണെങ്കിൽ വി അതിന്റെ മിഡിൽ ഓപ്ഷൻ, സെഡ് ആണ് ഹൈ എൻഡ് ഓപ്ഷൻ. അപ്പോൾ 4 വീൽ അലോയ്, അതേപോലെ തന്നെ ടച്ച്, സ്റ്റിയറിംഗ്, ഓഡിയോ കൺട്രോൾ, എയർ ബാഗ് ഒക്കെ വരുന്ന ഇന്റർകൂളർ എഞ്ചിനിൽ വരുന്നതാണ്. ഇതൊക്കെ ഇന്റർകൂളർ ആണ് എല്ലാം. G4 ആണെങ്കിലും ഇന്റർകൂളർ എഞ്ചിനിൽ വരുന്ന ഹൈ എൻഡ് മോഡലാണ് ഈ കിടക്കുന്നത്. 2,30,000 കറക്റ്റ് സർവീസിൽ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. വെറും സെക്കൻഡ് RC ഓണർഷിപ്പിൽ കേരള നമ്പറിൽ കിടക്കുന്ന വാഹനമാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും അവൈലബിൾ ആണ്. ഏകദേശം 10 ലക്ഷം വരെ IDVയും ഈ ഒരു വാഹനത്തിനും അവൈലബിൾ ആണ്. അപ്പോൾ വാഹനത്തിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും മേജറായിട്ട് വലിയ രീതിയിൽ വരാത്തൊരു വാഹനം കൂടിയാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 2016 ഇന്നോവ ക്രിസ്റ്റ G4 ആണ്. G4 ആണെങ്കിൽ തന്നെ അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ്. ഇതും കറക്റ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഏകദേശം 1 സംതിങ് ആണ് കിലോമീറ്ററിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്റ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 12,90,000 രൂപയ്ക്കാണ് നമ്മുടെ ക്ലൈന്റ് ഈ ഒരു വാഹനം വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിസ്റ്റ നല്ലൊരു പ്രീമിയം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. നല്ലൊരു മാർക്കറ്റ് പ്രൈസിലാണ്. അത്യാവശ്യം ലോണും ഈ ഒരു വാഹനത്തിന്മേൽ അവൈലബിൾ. 2016 ക്രിസ്റ്റയുടെ ഇന്റീരിയർ നമുക്കൊന്ന് പരിശോധിക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇനി ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇന്നോവ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ആണെങ്കിലും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 1,86 ഇതിന്റെ കിലോമീറ്റർ കിടക്കുന്നത് 1,86,000 ആണ്. നമ്മൾ 2015 ഇന്നോവ സെഡ് ആണ് ഈ കിടക്കുന്നത്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡൽ, ഓഡിയോ കൺട്രോൾ, ടച്ച്, ക്യാമറ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനമാണ്. സെഡ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു വാഹനമാണ്. മേജറായിട്ട് ഇതിമ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കിലോമീറ്റർ ആണെങ്കിൽ കറക്റ്റ് കമ്പനി സർവീസിൽ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇത് കാണിച്ചുതരാം. 2,43 കറക്റ്റ്, അതായത് 2,20 വരെ കമ്പനി സർവീസും ഈ ഒരു വാഹനത്തിന് കറക്റ്റ് ഉണ്ട്. ഇന്നോവയൊക്കെ നമുക്കറിയാം സർവീസിലുള്ള വാഹനം കിട്ടാനാണ് മാർക്കറ്റിൽ പ്രയാസം. അപ്പൊ ഈ അലോയ് വീലും കാര്യങ്ങളൊക്കെ വേണമെന്നില്ലവർക്കാണെങ്കിൽ 2 വാഹനം ചൂസ് ചെയ്യാൻ വന്നാൽ ഇത് ഇതിലും അലോയ് വീല് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് G4 ചെയ്താണ്. ഇനി സിംഗിൾ RC ഓണർഷിപ്പിലുള്ള വാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് പാകത്തിൽ ഇന്നോവ G4 ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ഇന്റീരിയർ വ്യൂ ഞാൻ കാണിച്ചു തരാം. 2014 സിംഗിൾ RC ഓണർഷിപ്പിൽ വരുന്ന ഇന്നോവയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയിൽ പാർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. ഇതിന്റെ മീറ്റർ നോക്കുകയാണെങ്കിൽ 2,36 ആണ് വരുന്നത്. ഇതും കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററിയിൽ ഓടിയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. അപ്പൊ ഇന്നോവ വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിന്റെ ബോഡി ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി. ഈ 3 വാഹനങ്ങളും നല്ല ബോഡി ക്വാളിറ്റിയിലെ വാഹനമാണ്. റീപെയിന്റ് കാര്യമായ രീതിയിൽ പുട്ടിയോ വർക്കോ കയറാത്ത വാഹനങ്ങൾ കൂടിയാണ്. അതായത് നമുക്ക് വാഹനം മാർക്കറ്റിൽ ഒരുപാട് കിട്ടാണ്ടാവും. പക്ഷെ അത് കിലോമീറ്റർ തിരിച്ചത്, സർവീസ് ഹിസ്റ്ററി പക്കല്ലാത്തത്, അങ്ങനെയുള്ള വാഹനങ്ങളായിരിക്കും കൂടുതലും നമുക്ക് മാർക്കറ്റിൽ വരിക. പക്ഷെ ഈ ഒരു വാഹനങ്ങൾ നമുക്ക് പക്ക ഗ്യാരണ്ടീഡ് ആണ്. ഒരു സർവീസ് ഹിസ്റ്ററിയും കറക്റ്റ് ആണ്. അതേപോലെ തന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണ്.
പിന്നെ ബോഡി ക്വാളിറ്റി നോക്കുകയാണെങ്കിലും നല്ല ബോഡി ക്വാളിറ്റിയിൽ അത് കമ്പനി രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ നല്ല ഇന്നോവ വാഹനം നോക്കി നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, ഇനി ഇതല്ല വേറെ ഇന്നോവ ആണെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വാഹന വിശേഷമായി കാണുന്നവരെ ആഷിഖ് സൈനിങ് ഔട്ട്.